കോട്ടയം ജില്ല കോൺഗ്രസിൻ്റെ പരമ്പരാഗത ജില്ലയാണ്. ഏത് തിരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് ഇവിടെ നിരാശപ്പെടേണ്ടി വന്നിട്ടില്ല. പക്ഷേ കഴിഞ്ഞ തവണ രാഷ്ട്രീയ സാഹചര്യം മാറിമറിയുകയും UDFിൻ്റെ ഭാഗമായ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ വ്യതിചലനത്തിൽ ചില സീറ്റുകൾ നഷ്ടപ്പെട്ടു എങ്കിലും കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രം തന്നെയാണ് കോട്ടയം. 9 നിയമസഭാ മണ്ഡലങ്ങളാണ് ജില്ലയിൽ ആകെയുള്ളത്. 5 സീറ്റുകൾ ഇപ്പോൾ ഇടതിൻ്റെ കയ്യിലാണ്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ 3 സീറ്റുകൾ ഒഴിച്ചു നിർത്തിയാൽ വെറും 2 സീറ്റ് മാത്രമാണ് ഇടതിന് അവകാശപ്പെടാൻ ഉള്ളത്. അതിലൊന്ന് CPIയുടെ കയ്യിലാണ്. ബാക്കി ഒരെണ്ണം മാത്രമാണ് CPMൻ്റെ കയ്യിലുള്ളൂ. UDFിൽ കടുത്തുരുത്തിയിലെ മോൻസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ സീറ്റിലും പാലായിൽ നിന്ന് DCKയുടെ മാണി സി കാപ്പനുമാണ് ഉള്ളത്. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ ഏറ്റുമാനൂരും ചങ്ങനാശ്ശേരിയും കോൺഗ്രസ് മത്സരിക്കാനാണ് ഇപ്പോൾ നീക്കം നടക്കുന്നത്. ഈ സീറ്റുകളിൽ ഇനി കേരള കോൺഗ്രസ് വിജയിച്ച് കയറില്ല എന്നത് മുന്നിൽ കണ്ടാണ് കോൺഗ്രസ് നിർണായകമായ ഈ തീരുമാനത്തിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ തവണ ഇവിടെ വലിയ പരാജയമായിരുന്നു. അത് കേരള കോൺഗ്രസ് മത്സരിച്ചത് കൊണ്ടാണ് സംഭവിച്ചത്. ഇത്തവണ അത് ആവർത്തിക്കാതിരിക്കാനാണ് കോൺഗ്രസ് മുന്നിട്ടിറങ്ങുന്നത്. കോട്ടയം ജില്ലയിലെ കോൺഗ്രസ് നേതാക്കളെ പരിഗണനയ്ക്ക് എടുത്തുകൊണ്ട് അവർക്ക് അവസരം കൊടുക്കണമെങ്കിൽ കൂടുതൽ സീറ്റുകൾ ഇവിടെ ആവശ്യമാണ്. അതിനാലാണ് കോൺഗ്രസ് ഈ തീരുമാനത്തിലേക്ക് ഇവിടെ എത്തുന്നത്. അതുമാത്രമല്ല, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് കാര്യമായിട്ടുള്ള ഒരു ശക്തി കോട്ടയത്തില്ല എന്ന വിലയിരുത്തലുമുള്ള പശ്ചാത്തലത്തിലാണ് കോൺഗ്രസ് DCC നേതൃയോഗത്തിൽ ഈ തീരുമാനത്തിലേക്ക് എത്തി കോൺഗ്രസ് ഇവിടെ ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള തീരുമാനം വരുന്നത്. മുൻപ് ലോക്സഭാ സീറ്റ് ജോസഫ് വിഭാഗത്തിന് നൽകിയപ്പോൾ തന്നെ ഈ 2 സീറ്റുകൾ കോൺഗ്രസിന് വിട്ടു നൽകാൻ ധാരണ ആയിട്ടുള്ളതാണ്. പകരം ഏത് സീറ്റുകൾ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് നൽകും എന്നതിൽ വരും ദിവസങ്ങളിൽ DCC ചർച്ച നടത്തി ഒരു തീരുമാനത്തിലെത്താനാണ് സാധ്യത. കോട്ടയത്ത് ഈ ചടുല നീക്കത്തിലൂടെ കോൺഗ്രസ് ചാണക്യ തന്ത്രങ്ങൾ മെനയുമ്പോൾ ലക്ഷ്യമിടുന്നത് കോട്ടയം ജില്ല തൂത്തുവാരാൻ തന്നെയാണ്. തിരുവഞ്ചൂരിൻ്റെ സ്വന്തം മണ്ഡലമായ കോട്ടയം ജില്ലയും ജനകീയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പ്രിയപ്പെട്ട മണ്ഡലവും മകൻ ചാണ്ടി ഉമ്മനെ ആദ്യമായി MLA ആക്കിയ മണ്ഡലവുമായ പുതുപ്പള്ളിയും കടുത്തുരുത്തി നമ്മൾ മുകളിൽ പറഞ്ഞു കഴിഞ്ഞു മോൻസി ജോസഫിൻ്റെ മണ്ഡലമാണ്. പാലായിൽ മാണി സി കാപ്പനും പൂഞ്ഞാർ സീറ്റ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ കയ്യിലല്ല. പക്ഷേ കഴിഞ്ഞ തവണ സംഭവിച്ചത് ആവർത്തിക്കാതെ ഇത്തവണ പൂഞ്ഞാർ കോൺഗ്രസ് പിടിച്ചടക്കും എന്നത് ലക്ഷ്യമിട്ട് കഴിഞ്ഞ തവണ അല്പം മാറി ചിന്തിച്ച മുസ്ലിം ന്യൂനപക്ഷങ്ങളെ ഒപ്പം ചേർത്ത് നിർത്തിയാൽ പൂഞ്ഞാർ പിടിക്കാൻ നിഷ്പ്രയാസം സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. ചങ്ങനാശ്ശേരി നേരത്തെ പറഞ്ഞതുപോലെ ജോസഫ് ഗ്രൂപ്പിൽ നിന്നും തിരിച്ചു പിടിച്ച് കോൺഗ്രസ് മത്സരിക്കും. NSSൻ്റെ ആസ്ഥാനവും മധ്യ തിരുവിതാംകൂറിലെ കത്തോലിക്ക സഭയുടെ ആസ്ഥാനം എന്നതിലൊക്കെ വളരെ പ്രധാനപ്പെട്ട മണ്ഡലമാണ് ചങ്ങനാശ്ശേരി. ഏറ്റുമാനൂരും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു കോൺഗ്രസ് മത്സരിക്കുമെന്ന്. പിന്നെയുള്ളത് കാഞ്ഞിരപ്പള്ളിയും വൈക്കവുമാണ്. വൈക്കം വലിയ പ്രതീക്ഷകൾ UDFന് ഇല്ല എങ്കിലും ജയിക്കാനുള്ള തന്ത്രങ്ങൾ മെനയുമ്പോൾ സാധ്യത കുറഞ്ഞ വൈക്കം പ്രത്യേക ശ്രദ്ധ ചൊലുത്തി ഒരു അട്ടിമറി നടത്താൻ ഇവിടെ ലക്ഷ്യമിടുന്നുണ്ട്. കോട്ടയത്തെ UDFിൻ്റെ കോൺഗ്രസിൻ്റെ നിർണായകമായ നീക്കങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത് കോട്ടയം മൊത്തത്തിൽ തൂത്തുവാരുക എന്നത് തന്നെയാണ്. അതിന് കൃത്യമായ ചരടുവലികൾ DCC ആസൂത്രണം ചെയ്തു വരികയാണ്. അഗ്രഗണ്യരായ അനവധി നേതാക്കൾ കോൺഗ്രസിൻ്റെ ഭാഗ്യമായി നിൽക്കുന്ന കോട്ടയം ജില്ലയിൽ ഒത്തൊരുമയുടെ പിൻബലത്തോടെ തന്ത്രങ്ങൾ മെനയുകയാണ്. കോട്ടയം പിടിച്ചെടുക്കുക തന്നെ ചെയ്യും ടീം UDF. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.